ഹായ് കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങൾക്കായി വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കൃപാസന എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ചാണ്. എന്താണ് കൃപാസന? യേശുദേവൻ്റെ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമായിട്ടാണ് ഇപ്പോൾ ആ സ്ഥലത്തേക്ക് എടുക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയ്ക്കും ആലപ്പുഴയ്ക്കും ഇടയ്ക്ക് നാഷണൽ ഹൈവേയിൽ കലൂർ എന്ന് പറയുന്ന സ്ഥലത്തിന് 1/2 കിലോമീറ്റർ വടക്കോട്ട് മാറി കിഴക്കേ സൈഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പള്ളിയാണ് ഈ കൃപാസനം എന്ന് പറയുന്നത്. അവിടെ ജോസഫ് അച്ഛൻ എന്ന് പറയുന്ന അച്ഛൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അമ്മ അവിടെ ഒരു പ്രത്യക്ഷപ്പെടൽ നടത്തുകയും അതിനോടനുബന്ധിച്ച് നിരവധി പ്രാർത്ഥനകൾ അവിടെ നടക്കുകയും വിശ്വാസികളായ അനേകായിരം ആളുകൾ ദിവസവും അവിടെ എത്തപ്പെടുന്ന സ്ഥലമാണ്. കൂടുതലും ഹിന്ദുക്കളാണ് അവിടെ വരുന്നത് ആണ് അതിൻ്റെ പ്രത്യേകത. അവിടെ എടുക്കുന്നത് ഉടമ്പടിയാണ്. അത് മരിയൻ ഉടമ്പടി എന്നാണ് ആ ഉടമ്പടിയെ അവിടെ അറിയപ്പെടുന്നത്. നമ്മുടെ 6 നിയോഗങ്ങൾ ഒരു പേപ്പറിൽ എഴുതി അവിടെയുള്ള പേടകത്തിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ് ആ ചടങ്ങിൻ്റെ രീതി. അത് ഉടമ്പടി എടുക്കുന്നതിന് അവിടെ സമയക്രമങ്ങളുണ്ട്. രാവിലെ 7 മണി, 11 മണി, ഉച്ചയ്ക്ക് 2 മണി എന്നിങ്ങനെ സമയങ്ങളിലാണ് അവിടെ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കുന്നതിന് അധികം ചിലവൊന്നുമില്ല. അവിടെ മറ്റുള്ള രീതിയിൽ മറ്റുള്ള സ്ഥാപനങ്ങളിൽ കാണുന്ന പോലെ ഒരു പൈസ വാങ്ങുന്ന പരിപാടിയോ ഒന്നും അങ്ങനെ തോർത്തൊന്നും അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ഒരു കാര്യവും അവിടെ നടക്കുന്നില്ലെന്നുള്ളതാണ് സത്യം. പക്ഷേ വിശ്വാസം ജനങ്ങളിൽ അവിടുത്തെ അമ്മയെക്കുറിച്ച് എന്തോ മാത്രം ഉണ്ടെന്നുള്ളത് അവിടെ ഇപ്പോൾ നടത്തുന്ന പ്രഭാഷണങ്ങൾ, അതായത് അവിടുത്തെ ഉടമ്പടി സാക്ഷ്യം എന്ന് പറയുന്ന വസ്തു, ആയിരക്കണക്കിന് ആളുകളാണ് അവിടെ ആ ഉടമ്പടി എടുത്തതിന് ശേഷം അവർക്കുണ്ടായ അനുഭവങ്ങൾ സാക്ഷി രൂപത്തിൽ ആൽത്താരയിൽ നിന്ന് പറയുന്നത്. നമുക്ക് ആ പള്ളിയും പള്ളിയുടെ അങ്കണവും ഒക്കെ ഒന്ന് നമുക്ക് കാണാം. ഓക്കെ, ഈ കാണുന്നതാണ് പള്ളിയുടെ ഫ്രണ്ട് എന്ന് പറയുന്നത്. അതിൻ്റെ 2 ഡോറ് പോലെയുണ്ട്, ഗേറ്റ് കൂടെയുണ്ട്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് നമ്മൾ അകത്തേക്ക് കൂടുതൽ ആളുകളും കയറുന്നത്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു ഹാള്, സ്റ്റേജ്, ആ സ്റ്റേജിൽ ഫ്രണ്ടിലൊരു അമ്മയുടെ രൂപമുണ്ട്. അതേപോലെ സ്റ്റേജിൽ ഒരു വലത് സൈഡിലുള്ള കയറി ചെല്ലുന്നത് വലത് സൈഡിൽ അമ്മയുടെ ഒരു രൂപം വശമുണ്ട്. അവിടെയൊക്കെയാണ് ഉടമ്പടി തുടങ്ങുന്നതിന് വേണ്ടിയുള്ള മുൻകരുതലും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ആ സ്ഥലമാണ് അവിടെ. അതിനുള്ളിലേക്ക് നേരെ കയറി ചെല്ലുമ്പോൾ, ആ ലെഫ്റ്റ് സൈഡിലൂടെ നേരെ കയറി ചെല്ലുമ്പോൾ ഒരു ഓഫീസ് റൂമുണ്ട്. അപ്പോൾ അത് മറ്റുള്ള കാര്യങ്ങൾക്ക് അവിടെ നിന്നും കുറച്ചുകൂടെ അകത്തേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിൽ കുറച്ച് അത് ഇപ്പോൾ കാണുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് മാറുമ്പോൾ അകത്തേക്കാണ് കാണുന്ന. അകത്തേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിൽ, അതായത് വലത് സൈഡിൽ പിന്നെ ഓഫീസും കഴിഞ്ഞ് ഓഫീസിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ ചേർന്ന് ചെല്ലുന്ന വലത് സൈഡിൽ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുന്നോടിയായി നമുക്ക് ടോക്കൺ എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. അതിനുള്ള സൗകര്യങ്ങൾ അവിടെ ഇണക്കിയിട്ടുണ്ട്. ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നവരും രണ്ടാമത് ഉടമ്പടി എടുക്കുന്നു. ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നവർ കിഴക്കേ അറ്റത്തുള്ള സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോകുക എന്നുള്ളതാണ്. പിന്നെ പുതുക്കുന്നവർക്കറിയാം. മറ്റേ അടിഞ്ഞാററ്റത്ത് കാണുന്ന സ്റ്റെയർ ചെയ്യുന്ന ഒരു ഹാളിലേക്ക് പോയി 3 മണിക്കൂറോളം അതിൻ്റെ ക്ലാസ് ഉണ്ട്. അവിടെ നമുക്ക് വേണമെങ്കിൽ അവർ പറയുന്നത് വേണമെങ്കിൽ നമുക്ക് ഉടമ്പടി എടുക്കും, ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഉടമ്പടി എടുക്കണ്ട എന്നും പറഞ്ഞ് തിരിച്ച് പോകാം. അവിടെ ടോക്കൺ എടുക്കുക. ഈ പറഞ്ഞ സമയത്ത് 7 മണിക്ക് 6:30 എന്നാലേ 7 മണിക്കുള്ള കിട്ടുള്ളൂ. അത് 11:30 ചെല്ലാൻ 11 മണിക്കുള്ള ഇതിനൊക്കെ കിട്ടും. 1:30 അവിടെ ഉണ്ടെങ്കിൽ 2 മണിക്കുള്ള ക്ലാസ്സിനും നമുക്ക് അറ്റൻഡ് ചെയ്യാം. അത് കഴിയുമ്പോൾ അവർ കുറച്ച് കാര്യങ്ങൾ, ഒരു 3 മണിക്കുള്ള ക്ലാസ്സുണ്ട്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വിവിധ കൗണ്ടറിൽ ചെല്ലാൻ പറയും.
അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പുതുക്കലും ആദ്യത്തെ ഉടമ്പടി എടുക്കുന്ന സ്ഥലമെന്നും പറഞ്ഞ്. അത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സ്ഥലമാണ്. അകത്തേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് പറഞ്ഞു, അതിന് പകരം ലെഫ്റ്റ് സൈഡിലേക്ക് മാറുമ്പോൾ ആ കാണുന്ന സ്ഥലം ഒരു പിന്നെ പള്ളിയുടെ രൂപം തോന്നിക്കില്ല. അകത്തേക്ക് വരുമ്പോൾ 3 പാർട്ടായിട്ടാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത്. അതിൽ വടക്കേ അറ്റം എന്ന് പറയുന്നതാണ് ഈ സാക്ഷ്യം പറയുന്ന സ്ഥലവും. ജോസഫ് അച്ഛനെ നമുക്ക് കാണുമ്പോൾ അതിന് ചില കാര്യങ്ങളൊക്കെ അതിന് മുമ്പ് അവിടെ ചെയ്യണം. ടോക്കൺ അടിക്കുകയും നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യണം. ആ കാണുന്ന സ്ഥലത്താണ് പ്രത്യക്ഷപ്പെട്ടെന്ന് പറയുന്ന സ്ഥലം. ആ രൂപം അവിടെ നിൽക്കുന്നതായിട്ടാണ് അച്ഛൻ എന്നാണ് പറയപ്പെടുന്നത്. നിത്യാരാധനയുള്ള സ്ഥലം അവിടെ എഴുതിയിട്ടുണ്ട്. അതിന് ഈ വടക്കുവശം കാണുന്നതാണ് ഈ ഇപ്പോൾ ഉള്ള അൾത്താര. ആ അൾത്താരയിലാണ് അതിൻ്റെ അകത്ത് ആ അമ്മയുടെ അടുത്തുള്ള പേടകത്തിലാണ് അമ്മയുടെ രൂപം. ആൾത്താരയ്ക്ക് അകത്ത് ഇവിടെ ഉണ്ട്. ഇവിടെ ആ കാണുന്നത് ഒരു അമ്മയുടെ രൂപം തന്നെയാണ്. എന്നാൽ ആ കാണുന്ന അൾത്താരയുടെ അടുത്ത് യേശുദേവൻ അതിൻ്റെ അപ്പുറത്തും അമ്മയെ നിൽക്കുന്ന ആ അമ്മയുടെ ഏറ്റവും അടുത്തുള്ള പേടകത്തിലാണ് നമ്മുടെ ഈ ഉടമ്പടി നിക്ഷേപിക്കേണ്ടത്. അതിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ഓരോരുത്തരുടെ സാക്ഷി അനുഭവങ്ങൾ അത് നമ്മളോട് പറയുന്നത്. ഒരുപാട് പേര്, അനേകായിരം പേര് ദൈവം വരുന്നുണ്ട്. അനേകായിരം പേര്, 1000-ന് മേലെ ആയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ സാക്ഷ്യം പറച്ചിൽ എന്ന് പറയുന്നത് അച്ഛൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് കൃപാസനം എന്ന് പറഞ്ഞ് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാരണം നമുക്ക് അറിയാനൊക്കും. ഇനിയും അടുത്ത വീഡിയോ വെച്ചിട്ട് പിന്നെ പറയാം.